Assalamualaikum warahmatullah. Bismillah, alhamdulillah. Salatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഇന്ന് നമ്മുടെ ക്ലാസ് സ്വാദിനോട് ബാധ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വാദ്, വാദ്, ഒന്നിന് പുള്ളിയുണ്ട്, മറ്റൊന്നിന് പുള്ളിയില്ല. എഴുത്തില് രണ്ടും ഒരു മോഡലായിരിക്കും. ഒന്ന് പുള്ളിയില്ലാത്തതും ഒന്ന് പുള്ളിയുള്ളതും. അപ്പോൾ എങ്ങനെയാണ് വായിനോട് ആ സ്വാദിനെ ചേർത്ത് എഴുതുക? സ്വാദും ബാവും വരുമ്പോൾ അല്ലെങ്കിൽ റാഗ് വരുമ്പോൾ ഇങ്ങനെ മറ്റു അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ചേർത്ത് എഴുതുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബോർഡിൽ ചില ഉദാഹരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ബോർഡിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഉദാഹരണങ്ങളുടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ബൈബിൾ എഴുതിയപ്പോൾ ബാവിനെ അല്പം ചരിച്ച് എഴുതിയിട്ട് യാവിനെ അതിലേക്ക് ചേർത്ത് എഴുതി. ലോത് സ്വാധാരണ ലോതായും അതിൻ്റെ ആ വട്ടഭാഗവും മുന്നുള്ള അക്ഷരത്തിന്റെ മുകളിലേക്ക് എഴുതി ചേർക്കണം. അതിന് അടിയിലാക്കി മേലാക്കിയിട്ടോ ഒന്നും എഴുതാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ യസുബു എന്നുള്ളത് യാത് അല്പം നീട്ടി എഴുതിയിട്ട് സ്വാദ് അതിന്റെ മുകളിലിട്ട് എന്നിട്ട് ആ സ്വാദിന്റെ ലാസ്റ്റ് ഭാഗം കുറച്ച് നീട്ടി കൊണ്ടുവന്നിട്ട് വേണം അടുത്ത അക്ഷരം എഴുതാൻ. അതങ്ങനെ രൂപമാണ്. ഇനി ഇവിടെ ബസ്വറും ചെയ്തിട്ട് വാഹിനെ നേരത്തെ തന്നെ എഴുതിയിട്ട് സ്വാദിന്റെ തലഭാഗം ഇങ്ങനെ പൊക്കി ചെരിച്ചിട്ടിട്ട് വേണം റാ അതിനെ കൂട്ടാന്. റാ പ്രത്യേക രൂപമാണ് നമ്മുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് റാഹിന്റെ അക്ഷരം വരുമ്പോൾ വിശദീകരിച്ച് പറയാം. അതുപോലെ തന്നെ സ്വഹ എഴുതുമ്പോ നൂന് സ്വാദിന്റെ നൂനെ അടിയിട്ട് സ്വാദ് മുകളിൽ ഇടാണ്. മുകളിലൊക്കെ എഴുതിയ രൂപത്തിൽ തന്നെ എഴുതണം. ലാസ്റ്റ് സ്വാദിന്റെ ഭാഗം ഹേ എഴുതുമ്പോ ഇങ്ങനെ വളച്ചിട്ടിട്ട് അതിന്റെ അടിയിൽ ഹേ എഴുതുന്ന രൂപമുണ്ട്. വേറെ രൂപങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇങ്ങനെയാണ് ഒരു രൂപം എഴുതേണ്ടത്. അതുപോലെ തന്നെ എന്ന് എഴുതിയെടുത്ത് യാവ് എഴുതി അതിന്റെ മുകളിൽ സ്വാദ് എഴുതിയിട്ട് ഈ റാവ് തന്നെ സ്വാദിന്റെ തലഭാഗം ചെരിച്ച് വളച്ച് കൊണ്ടുവന്ന് റാവ് ഇടാം. ഇങ്ങനെ രൂപമുണ്ട്. ഈ സാധാരണ എഴുതുന്ന രൂപത്തിലും റാവ് എഴുതാം. ഇങ്ങനെയാണ് സ്വാദിനോട് ബാഗ് ചേർത്ത് എഴുതേണ്ട രൂപങ്ങൾ. ചില സ്ഥലത്ത് എഴുതുമ്പോൾ അതിനെ ബാഗിനെ ചെറുതാക്കി എഴുതാം. ചില സ്ഥലത്ത് അല്പം നീട്ടി എഴുതി അതിന് മുകളിൽ സ്വാദ് എന്നിവ ഇടാം. എന്നിട്ട് ചേർത്ത് എഴുതുക. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക, എഴുതി നോക്കുക. ഓരോ അക്ഷരങ്ങളും എപ്പോഴും എഴുതുമ്പോൾ സ്വാദ് അടിയിലായി പോകരുത്. അതുപോലെ ബാഗ് നീട്ടി എഴുതിയിട്ട് അതിൻ്റെ നേരെ സ്വാദ് കൊടുത്തിട്ടും എഴുതരുത്. ഇതുപോലെ തന്നെ സ്വാദിനെ മുകളിലേക്ക് ഇട്ടിട്ട് വേണം എഴുതാൻ. എന്നാലേ എഴുത്തിന് വൃത്തി ഉണ്ടാകുകയുള്ളൂ. അറബിൻ്റെ എഴുത്ത് ശൈലി ആ രൂപത്തിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കി നല്ല രൂപത്തിൽ എഴുതാനും പഠിക്കാനും തയ്യാറാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.